പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 20-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ അതാതിടങ്ങളിൽ തമ്പുരാൻ നമ്മെ അതിശയകരമായി അത്ഭുതകരമായി പരിപാലിക്കുകയും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ ദിനം സ്തോത്രത്തോടെ ഈ പ്രഭാതത്തിൽ ഒന്നിച്ചുകൂടുവാൻ കർത്താവ് ഒരുക്കിയ നന്മകൾക്ക് നന്ദി കരേറ്റിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 17 നാം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. വിശ്വാസത്തെക്കുറിച്ച് നാം എവിടെ പ്രസംഗിച്ചാലും പ്രസംഗം കേട്ടാലും പ്രാർത്ഥനയിൽ പോലും നാം നിരവധി അനവധി പ്രാവശ്യങ്ങളിൽ ആവർത്തിച്ച് കേട്ടിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഡെഫിനിഷനാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. മാത്രമല്ല, എബ്രായർ 11 വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട നിര അഥവാ പട്ടിക തന്നെ കാണുന്നു. വിശ്വാസികളുടെ പിതാവ് എന്ന ധന്യമായ നാമത്തിന് പാത്രീഭൂതനായ അബ്രഹാമിനെ തൊട്ട് വിശ്വാസത്തിന്റെ വീരന്മാരുടെ പട്ടിക 17-ാം വാക്യം മുതൽ ആരംഭിക്കുന്നു. നാം ഇന്ന് വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചപ്പോൾ താൻ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് അബ്രഹാം ആ പരീക്ഷയ്ക്ക് സ്വയം വിധേയനായത് താൻ ഏകദേശം 25 വർഷത്തോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് തനിക്ക് ലഭിക്കപ്പെട്ട തൻ്റെ ഏകജാതനായ മകനായ ഇസ്ഹാക്കിനെ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം ഇതിൻ്റെ നേർചിത്രം പഠിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷിച്ച ദൈവത്തിലുള്ള അബ്രഹാമിന്റെ അചഞ്ചലമായ വിശ്വാസം 25 വർഷത്തിന് ശേഷം തനിക്ക് കിട്ടിയ പൈതലിനെ ഈ മോറിയാമലയുടെ ഉത്തംഗ ശൃംഗത്തിൽ ഹോമയാഗം കഴിച്ച് കത്തിച്ച് ചാമ്പലാക്കിയാലും ആ പൈതലിനെ മടക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്നെ ഈ പരീക്ഷിച്ചത് എന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞു. താഴോട്ടുള്ള 18-19 വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ, യാഗം കഴിഞ്ഞ് മടങ്ങി വരുന്നത് പോലെ, നമുക്ക് അല്പം കൂടെ എളുപ്പം മനസ്സിലാക്കാൻ പറഞ്ഞാൽ, ഉറങ്ങി എഴുന്നേറ്റ് വരുന്നത് പോലെ ആ അപ്പൻ മകനുമായി മടങ്ങി വരുന്ന ചിത്രം ദൈവവചനത്തിൽ നിന്നും നാം പഠിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ശനിയാഴ്ച രാവിലെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനീയനായ അബ്രഹാമിന്റെ ഈ ചരിത്രം അഥവാ ഈ വാക്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? നമ്മളൊക്കെ ദിനംതോറും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എനിക്ക് പ്രശ്നങ്ങളൊന്നും വരരുത്, എനിക്ക് യാതൊരു പ്രതികൂലവും ഉണ്ടാവരുത്, എന്നെ ഒരു വിഷയ ദോഷങ്ങളിലും പെടുത്തരുത്, അവിടുന്ന് പരിപാലിച്ച് കാക്കണം. നിശ്ചയമായും നാം അങ്ങനെ പ്രാർത്ഥിക്കണം.
കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ചതും അതുതന്നെയാണ്. പരീക്ഷയിൽ അകപ്പെടാതെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമെന്ന് തന്നെയാണ്. എന്നാൽ ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ പ്രാർത്ഥനകളൊക്കെ നാം പ്രാർത്ഥിക്കുമെങ്കിലും ദൈനംദിന പരീക്ഷകൾ നമ്മൾ നേരിടുമ്പോൾ പലപ്പോഴും പതറുന്നു, തളരുന്നു, അതിലുപരിയായി പരാജയപ്പെടുന്നു. എന്താണ് ദൈവമക്കളെ അതിന്റെ കാരണം? അബ്രഹാമിനെ നാം ഇവിടെ മാതൃകയാക്കണം. ദൈവം എന്തു പറഞ്ഞോ അതതുപോലെ അബ്രഹാം അനുസരിച്ചു. ഞാൻ പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്നുള്ള തുടക്കത്തോടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ പരീക്ഷണമാണ്. ഞാൻ പറയുന്ന മലയിൽ, മോറിയാമലയിൽ നീ കൊണ്ടുപോയി നിന്റെ ഏകജാതനായ മകനെ ഹോമയാഗം കഴിക്കണം. അതെ, പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം പറഞ്ഞു അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ മോറിയാമല വരെ പോകേണ്ട കാര്യമില്ല, കാരണം അത് 3 ദിവസത്തെ വഴിയാത്രയാണ്. ദൈവം പറഞ്ഞത് അനുസരിച്ചാൽ പോരെ. വളരെ സമീപത്തുള്ള നമുക്ക് ഏറ്റവും യോഗ്യമായ ഒരു മലയിൽ കൊണ്ടുപോയി അങ്ങ് യാഗം കഴിക്കാം. ഉദാഹരണം, ലോത്ത് ചെയ്തതുപോലെ അതിന്റെ പരിണിത ഫലവും നാം കാണുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ പരീക്ഷയിൽ ദൈവം അബ്രഹാമിനും തന്റെ മകനായ ഇസ്ഹാക്കിനും ഒരുക്കിയിരുന്ന വലിയ വിടുതൽ കാണുകയില്ലായിരുന്നു. ഇത് പറഞ്ഞതിന്റെ സാരം എന്താണ്? നമ്മൾ പരീക്ഷയിൽ വിജയിക്കാത്തത്. ദൈവം നമുക്ക് തരുന്ന പരീക്ഷ നാം അതിജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അബ്രഹാം അനുഭവിച്ച ഈ ഒരു വലിയ വിടുതലും ദൈവിക സംരക്ഷണവും നമുക്ക് ലഭിക്കാത്തത്? ഉത്തരം വളരെ ലളിതമാണ്. ദൈവം പറയുന്നത് പകുതി നമ്മൾ അനുസരിക്കും, പകുതി നമ്മുടേതായിരിക്കും. പക്ഷേ അബ്രഹാം ദൈവം പറഞ്ഞത് അതുപോലെ മുഴുവനായി അനുസരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മെ പരീക്ഷിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ തരുമ്പോൾ, അത് വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, ജോലി കാര്യങ്ങളിൽ, ആരോഗ്യ കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ വരുമ്പോൾ ഇത് ഞാൻ തകർന്നു പോകുവാനല്ല, ഇല്ലായ്മയാകുവാനല്ല, എന്നെ മിനുക്കി കർത്താവിന് കൊള്ളാകുന്ന ഒരു നല്ല ആയുധമാക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവോടെ അത് അതുപോലെ അബ്രഹാമിനെ പോലെ അനുസരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ തയ്യാറാകണം. ഇന്ന് നിങ്ങൾ ചില പ്രശ്നങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി നിങ്ങൾ അനേകരെ കണ്ടു, പല പ്രതിവിധികൾ ചെയ്തു, പക്ഷേ പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷണ്ണ മനസ്സോടെ ആയിരിക്കുകയാണ്. അതെ, നമ്മുടെ ശ്രമങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു. ദൈവമക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ താഴുക, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അബ്രഹാം ചെയ്തതുപോലെ ദൈവം നമ്മളോട് പറയുന്നത് ഒരു വരവണ്ണം വ്യത്യാസമില്ലാതെ അനുസരിക്കുക. നിശ്ചയമായും അനുഗ്രഹം, വിടുതൽ, അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ശനിയാഴ്ച രാവിലെ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യുവാൻ, അനുഗ്രഹം തരുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു, മനസ്സായിരിക്കുന്നു. അത് പക്ഷേ വളരെ പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കുവാൻ കഴിയുകയില്ല.
ചില പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. അങ്ങനെ അബ്രഹാം ആ വലിയ വിശ്വാസ പരീക്ഷണ പ്രോസസ്സിൽ കൂടെ കടന്നുപോയി വിജയം വരിച്ചത് കൊണ്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഒന്നാമനാവുകയും വിശ്വാസികളുടെ പിതാവെന്ന് എണ്ണപ്പെടുകയും ചെയ്തത് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു എന്ന ധന്യമായ വാക്യം കാണുവാൻ കഴിയും. അതുകൊണ്ട് അനുഗ്രഹം ചുമ്മാതെ കൈയടിച്ച് പാടി പ്രാർത്ഥിച്ച് മേടിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ചുമ്മാതെ അനുഗ്രഹം ഒഴുകി ഇങ്ങ് വരത്തില്ല പ്രിയമുള്ളവരെ. അത് വചനവിരുദ്ധമാണ്. അത് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. നമ്മൾ ചില അവസ്ഥകളിൽ കൂടെ കടന്നു പോകണം. ദൈവത്തിന്റെ വലിയ കരവിരുത് തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്, അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ കൈയും കെട്ടിയിരുന്ന് പാടി പ്രാർത്ഥിച്ച ആർക്കും ഒരൊറ്റ അനുഗ്രഹം പോലും കൊടുത്തതായി വചനത്തിൽ നാം കാണുന്നില്ല. അങ്ങനെ കിട്ടിയവർക്ക് അതിൻ്റെതായിട്ടുള്ള വലിയ ഭവിഷ്യത്തുണ്ടാവുകയും അവർ നിത്യതയുടെ തുറമുഖത്ത് എത്തിയതായി രേഖപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന ഏതുവിധ പരീക്ഷണങ്ങളെയും പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ, സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെ സധൈര്യം നേരിട്ട് ദൈവകൃപയാൽ വിജയിച്ച് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രാപിപ്പാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സജ്ജരാക്കട്ടെ, അതിന് നമ്മളെ പ്രാപ്തരാക്കട്ടെ. നിങ്ങളോട് ഏവരോടും ദൈവത്തിന്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും കൂടെ ഇരുന്ന് അനുഗ്രഹത്തോടെ കരം പിടിച്ച് നടത്തട്ടെ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി സകല പരീക്ഷകളെയും പ്രാർത്ഥനയാൽ ജയിച്ച് വിജയശ്രീലാളിതരായി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മയും അനുഗ്രഹങ്ങളും ദീർഘകാലം പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. സകല നന്മകളുടെയും ദാതാവായ ദൈവമേ, സ്വർഗീയ പിതാവേ, എല്ലാ നന്മകളും എല്ലാ ദാനങ്ങളും എല്ലാം അങ്ങയുടെ ദാനമായിരിക്കാൻ സ്തോത്രം. എന്നാൽ പലപ്പോഴും ഞങ്ങളവ വളരെ ലളിതമായ നിലയിൽ സ്വീകരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ തമ്പുരാൻ ഞങ്ങളെ പലവിധ പരീക്ഷണങ്ങൾ കൂടെ കടത്തിവിടും. എന്നാൽ അതൊന്നും ഞങ്ങളുടെ ദോഷത്തിനല്ല, ഞങ്ങളുടെ നന്മയ്ക്കാണ് ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ അതിനെ അതിജീവിപ്പാൻ, നേരിടുവാൻ, വിജയിപ്പാനുള്ള ഉയരത്തിലെ കൃപ, പരിജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അബ്രഹാം നേരിട്ട പരീക്ഷ ദൈവത്തിന്റെ പരീക്ഷയാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ അതിനെ അതിജീവിച്ചപ്പോൾ അതെ, തലമുറകൾക്ക് പിതാക്കന്മാരാക്കി മാറ്റിയ വലിയ ദൈവിക ചരിത്രം ഞങ്ങളെ വചനത്തോട് കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ നാളുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ നന്മ, അനുഗ്രഹം, വിടുതൽ പ്രാപിക്കുവാൻ ഇന്നിന്റെ പരീക്ഷകളെ പ്രാർത്ഥനയോടെ നേരിടുവാനുള്ള കൃപ, ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാക്കി തീർക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷകൾ നമ്മൾ വെറുപ്പോടെയോ നിന്നയോടെയോ പെരുമെറുപ്പോടെ അല്ല നേരിടേണ്ടത്. പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ നേരിടാം. യോബിനെ പോലെ ഒരു ഹ്രസ്വകാലം പരീക്ഷണത്തിന്റെയും വേദനയുടെയും കാലമായിരുന്നുവെങ്കിൽ ദീർഘമായ കാലം ദൈവിക നന്മയുടെയും അനുഗ്രഹത്തിന്റെയും കാലഘട്ടമായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് നന്മകൾ പ്രാപിച്ച് സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ നമ്മെ ഏവരെയും ഒരുക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ്
കൊടുകുളഞ്ഞി. God bless you all.